അപ്പൊ റഹ്മാൻ എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 9 വരെ. 9 വരെ. രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നോ? സ്കൂളൊക്കെ കണ്ടിട്ടില്ല, കാര്യം പ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഈ ആദ്യ ദിവസം രാത്രി 12 മണിക്ക് ആദ്യത്തെ ദിവസം മുറിയിലേക്ക് കയറുമ്പോ താങ്കൾ വിചാരിച്ചോ 10 കൊല്ലം ഇവിടെ ഒടുങ്ങാൻ പോവാണെന്ന്? ഇല്ല. അപ്പൊ താങ്കളുടെ പ്രതീക്ഷ എന്തായിരുന്നു? ആ വീട്ടിനകത്ത് കയറി അപ്പൊ ആ രാത്രി ഒളിച്ചിരിക്കുക, അത് കഴിയുമ്പോ എന്തായിരുന്നു പ്ലാൻ? അവിടെ ഒരു ദിവസം അവിടെ ഇരിക്കാൻ, പിറ്റേ ദിവസം പോകാന്നാ വിചാരിച്ചത്. പൈസ കിട്ടാത്ത കാരണം ഇങ്ങനെ നീണ്ടുപോയി. സാമ്പത്തിക പ്രശ്നമായിരുന്നു. അപ്പൊ ഈ 2 പേർക്ക് കഴിയാനുള്ള മുറി ഉണ്ടായിരുന്നു? അത് 2 പേർക്ക് കഴിയാനുള്ള മുറിയില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഈ ബാത്റൂം ഒക്കെ ഉള്ള മുറിയ? അല്ല. അപ്പൊ പുറത്തിറങ്ങേണ്ടി വരില്ലേ? പുറത്തിറങ്ങേണ്ടി വന്നു. നമ്മ രാത്രി സമയങ്ങളില് ബാത്റൂമിലേക്കൊക്കെ പോകും, കുളിക്കും, ഒക്കെ ചെയ്യും. അങ്ങനെയായിരുന്നു. ആദ്യം കുറച്ചൊക്കെ മെയിൻ ഡോർ വഴി ഇറങ്ങി, പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ജനാല ഇത്തിരി ഇളക്കി മാറ്റേണ്ടി വന്നു. ജനാല വഴിയാണോ ചാട്ടം? ജനാലയുടെ കമ്പി അഴിച്ചു മാറ്റി അല്ലേ? അതെങ്ങനെയാന്ന് വെച്ചാല് രാത്രി സമയങ്ങളിൽ അഴിച്ചു മാറ്റും, പകലിട്ടേക്കും അല്ലേ? അല്ല, അത് അഴിച്ചു മാറ്റി, പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ഡോർ അടയ്ക്കുക, എപ്പോഴും അടച്ചു കിടക്കും. അപ്പൊ അത് ഇളക്കി മാറ്റിയൊന്നും അറിയില്ല. വെളിയിൽ നോക്കുമ്പോ അറിയില്ല. അപ്പൊ നിങ്ങള് ശരിക്കും ഈ വീട്ടിനകത്ത് ഒളിച്ചിരിപ്പ് തുടങ്ങിയ ശേഷം ഈ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചില്ലേ? കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഈ പാതിരാക്കി ഇത്രയും പാടുപെട്ടത്? ഞങ്ങൾ അതിന്റെ മുന്നേ നെല്ലിക്കുളങ്ങര അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടിയിട്ടുണ്ടായിരുന്നു. താലി കെട്ടിയോ? ഓ, കെട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അവിടെ ഇറങ്ങി വരുന്നതിന് മുമ്പോ? അതെ, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയില്ല. ഈ അമ്പലത്തിൽ അപ്പൊ അതിനുശേഷമാണ് നമ്മള് രാത്രി ഇറങ്ങി വന്നല്ലേ? ആണല്ലേ? അപ്പൊ കെട്ടിക്കഴിഞ്ഞു, ഭാര്യയായിട്ടാണ് വന്നത് അല്ലേ? ഇറങ്ങി വന്നതല്ല. അപ്പൊ ഈ ഇങ്ങനെ ദിവസങ്ങൾ പോവാ, നമ്മുടെ ഈ പൈസ ഇല്ല അല്ലെ, ഇറങ്ങി പോകാൻ പൈസ ഇല്ല. അപ്പൊ താങ്കൾ എങ്ങനെ രാവിലെ ആയ ജോലിക്കൊക്കെ പോവോ, അതോ മുറിക്കുള്ളിൽ തന്നെ കാണും? കൂടുതലും ജോലി ആ സമയത്ത് പോവാറില്ല. താങ്കളുടെ മുറിയിൽ മറ്റുള്ളവർക്ക്, വീട്ടിലുള്ളവർക്ക് എല്ലാം കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരിക്കൽ പോലും ഈ 10 കൊല്ലത്തിനിടയിൽ ഈ മുറിക്കകത്ത് ആരും കയറി നോക്കിയില്ലേ? കയറി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റിൽ ഒരു ടീ പോയി ഉണ്ട്, അതിന്റെ ഉള്ളിൽ തൽക്കാലം പോയി ഒളിച്ചിരിക്കും. ആ സമയത്ത് സംശയമൊന്നും ഇല്ലാത്ത രീതിയിലായതുകൊണ്ട് ആരും സംശയിച്ചില്ല. വന്നും കൊണ്ട് ഇങ്ങനെ പോവുമായിരുന്നു ആദ്യം. അല്ല, വീട്ടിൽ ഇടയ്ക്കൊക്കെ താങ്കളുടെ മുറിയിലേക്ക് കയറാൻ സാധ്യതയുള്ള ആരാ? എല്ലാരും കയറും. അപ്പൊ ഈ പകലൊക്കെ മുറി അടച്ചിടാൻ പറ്റത്തില്ലല്ലോ? അടച്ചിടാൻ പറ്റില്ല. അപ്പോഴെല്ലാം ഈ ടേബിളിന്റെ അടിയിലാണോ ഇരിക്കുന്നത്? അല്ല, ഇവള് വന്ന പിന്നെ റൂം അടച്ചിടും. അല്ല, അതിനെന്താന്ന് ചോദിക്കത്തില്ല വീട്ടുകാർ? പെട്ടെന്ന് നിങ്ങൾ ഒരു മുറി അടച്ചിടും? അല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ചെറിയ പയ്യനുണ്ട് വീട്ടിൽ, പെങ്ങളുടെ മകനാണ്. അപ്പൊ അതിനെയൊക്കെ ഇനി വല്ല അടിച്ച് കറണ്ട് വല്ലതും മുട്ടുണ്ടാവാന്നിട്ട് ഞാൻ അത് ലോക്ക് ചെയ്തിടും. അപ്പൊ മെക്കാനിക്കാ? ഇലക്ട്രിക്കൽ മെക്കാനിക്ക് അതും കുറച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പയ്യൻസ് വരുന്ന അവനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ടിരിക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പകലൊന്നും സംസാരിക്കാൻ പറ്റില്ല? ഈ ശബ്ദം അപ്പുറത്ത് കേൾക്കത്തില്ലേ? പയ്യെ സംസാരിക്കാറുള്ളൂ. അല്ല, വീട്ടിൽ എത്ര മുറിയുണ്ട്? എല്ലാം കൂടി ഒരു 3 മുറിയുണ്ട്. 3 മുറിയുണ്ട്. ഒരു ഹാള് 3 റൂം, അതിലൊരു മുറിയിൽ. അപ്പൊ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, പിന്നെ പ്രാഥമിക ആവശ്യങ്ങള്, ഈ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ നടന്നു? റൂമിലേക്ക് കൊണ്ടുവരും. ആ റൂമിൽ TV ഉണ്ടല്ലോ, TV കണ്ട് കഴിക്കണമെന്ന് വിചാരിക്കും. ഞാൻ പറയും TV കണ്ട് കഴിക്കാനാണ് പറയും. അതങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ടാളും പാതി സ്റ്റെയർ ആയിട്ട് കഴിക്കും. അല്ല, എന്നാൽ ഈ ഭക്ഷണം എടുത്ത് പതിവില്ലാത്ത പോലെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി, കാരണം ഇതൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്വഭാവം മാറുവാണല്ലോ. അപ്പൊ വേറെ വല്ല അഭിനയിച്ചോ? ഇങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ടെൻഷൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ടെൻഷൻ അനുഭവിച്ചു, കാര്യം പിടിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആവുമല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ സജിതയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അത് പഴയ കാലത്തിലെ ആൾക്കാരാണ്. ബാപ്പാക്കൊക്കെ ഇത്തിരി ദേഷ്യം കൂടുതലാണ്. അതുകൊണ്ട് ഒരു പേടിച്ചില് ചെറിയതായിട്ട് പേടിച്ചു പോയി. അല്ല, താങ്കൾ ഈ സജിത വീട്ടിനുള്ളിൽ വന്നതിന് ശേഷം സംസാരം ഒരുപാട് കുറച്ചെന്ന് പറഞ്ഞു. അതെ, മൗനിയായി മാറി. അല്ല, ടെൻഷൻ കൊണ്ട്. അതിന്റെ ഇടയ്ക്ക് സജിത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാണല്ലോ. അപ്പൊ വീട്ടുകാരുടെ അവസ്ഥ എന്തുവായിരുന്നു? അവർ അന്വേഷിച്ചു തുടങ്ങിയില്ലേ? പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു, അന്വേഷിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് എവിടെ വന്നു? എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും സജിത വീട്ടിനുള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ? പോലീസുകാർ എവിടെ പോയി കിടക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴേ താങ്കളെ ഇവിടെ കിടക്കുന്നുണ്ട് ഇക്കാര്യം ഞാൻ പറയണ്ട പറഞ്ഞു. പോലീസ് നായി വല്ലതും വന്നായിരുന്നു? ഇല്ല, ഭാഗ്യമായി. അവര് വന്ന് കയറി നോക്കിയില്ലേ? പിടിച്ചല്ലേ? റൂമിന്റെ അടുത്ത് വന്ന് ഉള്ളിലേക്ക് വന്നില്ല. മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞ ഉടനെ അവിടെ വന്ന പോലീസുകാർ മുറിക്കകത്തൊന്ന് കേറണ്ടായിരുന്നു. ഇപ്പൊ തോന്നുന്നു കേട്ടോ, നമ്മൾ നാട്ടുപുറത്ത് കളിയാക്കത്തില്ലേ, അതുപോലെ. അപ്പൊ നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു പോലീസുകാർ കയറുമെന്ന്? പേടിയുണ്ടായിരുന്നു. അപ്പൊ കണ്ടിരുന്ന എന്ത് സംഭവിച്ചേനെ?
കണ്ടിരുന്ന പോലീസുകാരെ കൈയോടെ പൊക്കി തന്നെ അല്ലേ? എത്ര കൊല്ലം വേണ്ടി വരില്ല എന്ന് വിചാരിക്കണം. അല്ല, റഹ്മാനെ പോലീസുകാരെ പുറത്തേക്ക് വിളിച്ചോ? ഞാൻ വിളിച്ചു. ചോദിച്ചോ? ചോദിച്ചോ? എന്തോ ചോദിച്ചു പോലീസുകാര്? സജിത ഇന്ന പോലെ മിക്സിംഗ് ആണ്, എവിടെ പോയെന്ന് വല്ലതും അറിയോ കേട്ടു. ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് താങ്കളെങ്കിലും പോയിട്ടില്ല. പിന്നെ ആരും സംശയമില്ല, താങ്കളോട് വിളിച്ചോടാൻ സാധ്യതയില്ല. നേരെ ഓടിയല്ലേ വീട്ടിനകത്ത് കയറിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം പോലീസുകാരോട് എന്താ പറഞ്ഞപ്പോ? അല്ല, എനിക്കറിയില്ല പറഞ്ഞു. അല്ല, നിങ്ങളെ പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചില്ലേ? അത് ചോദിച്ചില്ല. സ്നേഹമായിരുന്നു അതൊന്നും ചോദിച്ചില്ല. എന്നെ പോലെ മിസ്സിംഗ് ആണ്. പക്ഷേ നല്ല പോലീസുകാരാ നെന്മാറയില്. എന്നുവെച്ചാല് പ്രതി പറയുന്നില്ല അതുപോലെ വിശ്വസിക്കും. കാര്യം ഒളിച്ചിരിക്കുന്ന ആള് മുറിക്കകത്തുണ്ട്, എന്നിട്ട് പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കാറ്റും കൊണ്ടുവച്ച് തിരിച്ചുപോയി. വലിയ ചമ്മലായിപ്പോയി എന്നാലും. അപ്പൊ ഇപ്പൊ അവര് എന്നെ ചെയ്ത് പറയായിരിക്കും, ഇയാളെന്താ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? അത് അന്ന് നടന്നു. ഇതൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? ഓക്കെ. അപ്പൊ സജിത, ഈ പോലീസുകാരൻ കുറച്ചു നേരം അവിടെ വെളിയിലുണ്ടായിരുന്നു. താങ്കൾ ജനലിൽ കൂടെ കാണുന്നുണ്ടായിരുന്നോ? ഇല്ല, റൂം വാതിലടിച്ചത് തൊട്ടപ്പുറത്ത് സംസാരിക്കണ്ടായിരുന്നു പോലീസും. അപ്പൊ താങ്കളെ പേടിച്ചല്ലോ? ടേബിളിന്റെ കീഴിൽ കയറിയോ? കയറി അല്ലേ?